വാസുദേവായ. ഹരി ഓം ശ്രീ നാരായണീ നമഃ. ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ ഇപ്പോ നമ്മൾ ശ്രീമദ് ഭാഗവത പുരാണത്തിലെ 12ാമത്തെ സ്കന്ധത്തിലെ 10 അധ്യായങ്ങൾ വരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 11, 12, 13 അധ്യായങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗവത പുരാണത്തിലൂടെ വ്യക്തമാക്കപ്പെട്ട ധർമ്മത്തിന്റെ സ്വരൂപം അവസാനിക്കുകയാണ്. ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിലൂടെ ശ്രവിക്കുവാൻ സാധിക്കുന്ന ഈ ഭാഗവത വിശകലനത്തിലൂടെ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ശരിയായൊരു രൂപം, അവബോധം നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് 11ാമത്തെ അധ്യായത്തിൽ എന്താണ് പറഞ്ഞതെന്നാണ് ശ്രദ്ധിക്കുവാനായിട്ട് ഉള്ളത്. ഇവിടെ ഭഗവാന്റെ വിഭൂതി തത്വങ്ങളെ കുറിച്ചിട്ടാണ് പറയുവാനായിട്ട് പോകുന്നത്. ശൗനകൻ സൂതബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, ഭാഗവതോത്തമനായ ഗുരു, അങ്ങ് സമസ്ത തന്ത്രസിദ്ധാന്തങ്ങളും വ്യക്തമായിട്ട് ബോധിച്ച മഹാത്മാവ് കൂടിയാണല്ലോ. അതുകൊണ്ട് മഹാജ്ഞാനിയായ അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഭഗവാന്റെ ഉപാസനയിലൂടെ തന്ത്രത്തെ എങ്ങനെ ബോധിപ്പിച്ചിരിക്കുന്നു എന്ന് ഒന്ന് വ്യക്തമാക്കി തരണം. അതായത് ഭഗവാന്റെ അംഗങ്ങളും ഉപാംഗങ്ങളും അതൊക്കെ ഏത് രീതിയിലാണ് തന്ത്രസാധകര് ഭാവന ചെയ്യുന്നത്. ചിന്മാത്രാസ്വരൂപനായിരിക്കുന്ന ശ്രീപതി, ആ ശ്രീപതിയെ ഉപാസിക്കുന്നതിൽ ഉത്സുകരാണ് വാസ്തവത്തിൽ താന്ത്രികന്മാരായിരിക്കുന്നു സജ്ജനങ്ങൾ. അപ്പൊ താന്ത്രികന്മാർ ഭഗവാന്റെ കരചരണം മുതലായ അംഗങ്ങളെയും അതുപോലെ ഗരുഡൻ മുതലായിരിക്കുന്ന ഉപാംഗങ്ങളെയും സുദർശനം മുതലായിരിക്കുന്ന ആയുധങ്ങളെയും കൗസ്തവം മുതലായ ആഭരണങ്ങളെയും ഒക്കെ ഏത് തത്വം കൊണ്ടാണ് അവരതിനെ സാക്ഷാത്കരിക്കുന്നത്? കാരണം ആ കാണപ്പെടുന്ന പറയപ്പെടുന്ന മാതൃകകളിലൂടെ അല്ലെങ്കിൽ ഉപാധികളിലൂടെ അല്ലെങ്കിൽ പ്രതീകങ്ങളിലൂടെ താന്ത്രിക സാധകര് ഏത് തത്വത്തെയാണ് ബോധിക്കുവാനായിട്ട് പ്രയത്നം ചെയ്യുന്നത്? ആയതുകൊണ്ട് ക്രിയായോഗത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി തന്ത്രസാധന അഭ്യസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്കും അങ്ങ് അതിൻ്റെ അറിവ് പകർന്നു തരണം. എന്തുകൊണ്ടെന്നാൽ ക്രിയായോഗത്തിന്റെ ശരിയായിരിക്കുന്ന അനുഷ്ഠാനം കൊണ്ടാണ് നരൻ അമരനാകുന്നത്, മർത്യൻ അമർത്യനാകുന്നത്. ജനന മരണ ചക്രങ്ങൾക്ക് പാത്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, മനുഷ്യൻ, ഈ ജനന മരണ ചക്രത്തിൽ നിന്നും അതിവർത്തിക്കുന്നത് യഥാർത്ഥ ജ്ഞാനം ബോധിക്കുമ്പോഴാണ്. ജ്ഞാനത്തെ ബോധിക്കുവാൻ സഹായിക്കുന്നത് തന്ത്രസാധനയാണ്. ആയതുകൊണ്ട് ഭഗവാന്റെ രൂപത്തിൽ നിന്നും ഏതേത് കാര്യങ്ങളെ വ്യക്തമാക്കണമെന്ന് അറിയിപ്പിക്കാൻ പറയുകയാണ്, സൂതൻ പറയുകയാണ്. ബ്രഹ്മാദി ആചാര്യന്മാർ വേദങ്ങളിലും അതുപോലെ തന്ത്രങ്ങളിലും ഉപദേശിച്ചിരിക്കുന്ന പ്രകാരം വിരാട് രൂപാദി വൈഷ്ണവ വിഭൂതികളെ ഞാൻ എൻ്റെ ഗുരുനാഥന്മാര് എനിക്ക് പകർന്നു തന്നതുപോലെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറയാൻ ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗുരു, ഒരു സന്യാസി, ഒരു ആചാര്യൻ എന്ന് നമുക്ക് വിദ്യ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ അറിവിന് അതേതാണ് പ്രമാണം, ഏതാണ് ശ്രുതി എന്ന് ചോദിച്ച് അതിനെ അനാദരിക്കുവാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ആ ഗുരു സമ്പ്രദായത്തിലുള്ളതാണോ, സനാതന ധർമ്മത്തിന്റെ ഭാഗമാണോ, വേണമെങ്കിൽ ഇത്രയേ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടോ ഉള്ളൂ. കാരണം ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പര വഴി വന്നുകൊണ്ടിരിക്കുന്നൊരു ഗുരു, ഒരു സന്യാസി, ലോകമംഗളത്തിന് ഹേതുകമായിരിക്കുന്ന വിഷയത്തെയാണ് പറയുക. അപ്പം അത് തൻ്റെ ഗുരു തനിക്ക് പറഞ്ഞു തന്നതിനെ ഇന്നത്തെ ജനതയ്ക്ക് ബോധിക്കുവാൻ സഹായകമായ രീതിയിലാണ് ഒരാചാര്യൻ ഇന്ന് ആയതിനെ പറയുക. അപ്പം അതിനെന്താണ് പ്രമാണം? അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കാരണം ശ്രുതി എന്ന് പറഞ്ഞാൽ തന്നെ ശ്രവിച്ചത്, കേട്ടത് എന്നാണ്. കേട്ടതിന്
ഓരോരുത്തരും അവരുടെ ഭാവനയെ കൂടി കലർത്തി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഒരു ഗുരു ആയതിന് സമഗ്രമായിട്ട് ബോധിച്ചതിന് ശേഷം ലോക കല്യാണത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാ മനുഷ്യരുടെയും ശാന്തിയുടെയും സമൃദ്ധിയുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ആശയത്തെ പ്രചരിപ്പിക്കുന്നത്. ആ ഒരു ഗൗരവത്തോടു കൂടി വേണം നമ്മുടെ ഗുരുജനങ്ങളിൽ നിന്നും തത്വത്തെ ബോധിക്കുവാൻ. സൂതൻ തുടർന്ന് പറയുകയാണ്, പ്രകൃതി, സൂത്രാത്മാവ്, മഹത്തത്വം, അഹങ്കാരതത്വം, ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ എന്നീ 9 തത്വങ്ങളെ കൊണ്ടാണ് വിരാട് രൂപത്തെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള വിരാട് പുരുഷൻ 11 ഇന്ദ്രിയങ്ങളും 5 മഹാഭൂതങ്ങളുമാകുന്ന വികാരങ്ങളോടുകൂടിയവനാണ് എന്ന് ശാസ്ത്രത്തിൽ നിന്നും ഏവർക്കും ബോധിക്കുവാൻ സാധിക്കും. അപ്പൊ ചൈതന്യമാകുന്ന അധിഷ്ഠാനത്തോടുകൂടി ആ വിരാട് പുരുഷനിലാണ് ഭുവനത്രയവും കാണപ്പെടുന്നത്. ഭൂലോകം, ഭൂലോകം, സുവലോകം എന്ന് പറയുന്ന ഈ ഭുവനത്രയത്തിന്റെയും സ്ഥിതി, നിലനിൽപ്പ് ഭഗവാനിൽ തന്നെയാണ്. ഈ ഭുവനത്രയം തന്നെയാണ് യാഥാർത്ഥ്യത്തിലെ വിരാട് രൂപം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിരാട് രൂപത്തില് ഭഗവാന്റെ പാദങ്ങളെ ഭൂമിയായിട്ടാണ് പറയുന്നത്. ഭഗവാന്റെ ശിരസിന് ദേവലോകമായിട്ടും ഭഗവാന്റെ നാഭിയെ നഭസായിട്ടും, അതുപോലെ ഭഗവാന്റെ നേത്രങ്ങളെ സൂര്യദേവനായിട്ട് ബോധിക്കണം, ഭഗവാന്റെ നാസികകളെ വായുദേവനായിട്ട് അറിയണം, ഭഗവാന്റെ കർണങ്ങളെ ദിക്കുകളായിട്ടും ബോധിക്കുക, വിരാട് രൂപമായിരിക്കുന്ന ഭഗവാന്റെ ജനനേന്ദ്രിയത്തെ ബ്രഹ്മദേവനായിട്ട് അറിയണം, പവാനവായുവെ അന്തകനായിട്ടും, അപ്പൊ കൈകളെ ലോകപാലകന്മാരായിട്ടും ബോധിക്കണം. ഭഗവാന്റെ മനസ്സെന്ന് പറയുന്നത് ചന്ദ്രദേവനാണ്. ഭഗവാന്റെ പുരികങ്ങള് യമനും, അതുപോലെ ഭഗവാന്റെ മേൽചുണ്ട് മനുഷ്യരിൽ ഉണ്ടാകുന്ന ലജ്ജയും, ജീവന്മാരിൽ ഉണ്ടാകുന്ന ലജ്ജയും, അതുപോലെ ഭഗവാന്റെ കീഴ്ചുണ്ട് ലോഭബുദ്ധി. ചന്ദ്രിക, പല്ലുകളെ ചന്ദ്രികകളായിട്ടും, അതുപോലെ ഭഗവാന്റെ മന്ദഹാസം, പുഞ്ചിരിയെ മായയായിട്ടും, ഭഗവാന്റെ രോമങ്ങളെ വൃക്ഷലതാദികളായും, അതുപോലെ കൂന്തലുകളെ കാർമുകിലായിട്ടും ബോധിക്കണം. സാധാരണ മനുഷ്യൻ തന്റെ കൈയളവനുസരിച്ച് 7 ചാൺ വലിപ്പമാണ് വരുന്നത്. അപ്രകാരം തന്നെ ഭഗവാന്റെ ചാണളവിൽ ഈ പറയുന്ന വിരാട് രൂപത്തിനും 7 ചാള് അളവാണ് ഉള്ളത്. ഈ മഹാപുരുഷനും ലോകാവയവ കൽപ്പനകളെ കൊണ്ട് തന്റെ മാനദണ്ഡമനുസരിച്ച് അത്ര തന്നെ വലിപ്പമുള്ളതാണ് എന്നിവിടെ ബോധിക്കണം. ഇപ്പൊ കൗസ്തുഭം എന്ന പേരിൽ ശുദ്ധമായ ജീവചൈതന്യമാണ് ഭഗവാൻ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. പിന്നെ കൗസ്തുഭത്തിന്റെ പ്രഭയാണ് അവിടുത്തെ മാറിവിടത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രീവത്സ ചിഹ്നം. നാനാഗുണമയമായ മായയാണ് ഭഗവാന്റെ വനമാലയായിട്ട് പ്രകാശിക്കുന്നത്. ഭഗവാന്റെ പീതാംബരം, അതായത് മഞ്ഞ വസ്ത്രം, അത് ത്രിമാത്രമായിരിക്കുന്ന എന്താണ് ഈ ചന്തോമയമായ വേദമായിട്ട് ഈ പറയുന്ന പീതവസ്ത്രത്തെ കാണണം. പിന്നെ ത്രിമാത്രമായ പ്രണവം അവിടുത്തെ ബ്രഹ്മസൂത്രമായിട്ട് കാണണം. പിന്നെ സാങ്കേയവും യോഗവും എന്ന് പറയുന്നത് ഭഗവാന്റെ മകരകുണ്ടലങ്ങളാണ്. സർവലോകാഭയപ്രദമായ ബ്രഹ്മലോകമാണ് അവിടുത്തെ കിരീടമായിട്ട് പ്രകാശിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ ലോകരൂപേണ വിളങ്ങുന്നതിന് ഉപാധിയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന പ്രധാനമാണ് അനന്ത ഭഗവാൻ എന്ന് പറയുന്ന ഭഗവാന്റെ പള്ളിമെത്ത. ഭഗവാന്റെ പള്ളിമെത്ത, ആ അനന്ത ശയനം, അനന്തൻ എന്ന് പറയുന്ന ആ നാഗം, അത് ഈ വിശ്വപ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. ഈ പ്രധാനത്തിൽ ധർമ്മം, ജ്ഞാനം, വീര്യം, ഐശ്വര്യം മുതലായ ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തത്വമുണ്ടല്ലോ, അത് തത്വഗുണത്തെയാണ്
ആ സത്വഗുണം ഭഗവാന്റെ ഇരിപ്പിടമായിരിക്കുന്ന താമരപ്പൂവെന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഓജസ്, സഹസ്രബലം എന്നിവയോടുകൂടിയ പ്രാണനെയാണ് ഗതയായിട്ട് സൂചിപ്പിക്കുന്നത്. ശംഖിനെ ജലതത്വമായിട്ടും സുദർശനത്തെ തേജസ്തത്വമായിട്ടും വാളിനെ തമോരൂപമായ നഭസ്തത്വമായിട്ടും അറിയണം. പരിചയെ തമോ ഗുണമായിട്ട് അറിയണം. ശാർഗം എന്ന ചാപം എന്ന് പറയുന്നത് കാലതത്വമാണ്. ആവനാഴി കർമ്മശക്തിയെ കാണിക്കുന്നു. ശരങ്ങൾ എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയങ്ങളാണ്. ക്രിയാശക്തിയായിരിക്കുന്ന മനസ്സിനെ രഥമായിട്ട് പറയണം. എന്നുവെച്ചാൽ ഭഗവാന്റെ മനസ്സുണ്ടല്ലോ, അത് രഥമാണ്. പിന്നെ ശബ്ദാദി തന്മാത്രകളാണ് രഥത്തിന്റെ ബാഹ്യരൂപം. അനുഗ്രഹങ്ങളാണ് വരാതം, അഭയം എന്ന് പറയുന്ന മുദ്രകൾ, ഭഗവാന്റെ മുദ്രകൾ. ദേവപൂജ്യ സ്ഥാനത്തെ സൂര്യമണ്ഡലമായിട്ട് ബോധിക്കുക, സാധകന് ലഭിച്ച ഗുരുദീക്ഷയെ പൂജയ്ക്കുള്ള അർഹതയായിട്ട് അറിയണം. ഒരു വ്യക്തി ഇപ്പറഞ്ഞ പ്രകാരം ഭാവനയോടുകൂടി ദേവതയെ ഉപാസിക്കണമെങ്കിൽ ആദ്യം അതിനാവശ്യമായിട്ടുള്ളത് ഗുരുദീക്ഷയാണ്. ഗുരുവിൽ നിന്ന് അനുഗ്രഹവും അനുവാദവും അറിവും സമ്പാദിക്കണം. അതിനുശേഷമാണ് ഇത്തരം ഒരു പൂജാരീതിയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഭഗവത് പരിചര്യ കൊണ്ട് തന്റെ ദുരിതക്ഷയം സാധിക്കുന്നു എന്ന് ഭാവന ചെയ്യണം. ജന്മജന്മാന്തരങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ താൻ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ആകത്തുകയാണ് വർത്തമാനകാലത്തിൽ താൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ജ്ഞാനിയെ സംബന്ധിച്ച്, അതായത് മോക്ഷം പൂർണ്ണമായ അവബോധത്തിൽ ദൃഢമായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തന്റെ ജീവിതം ഒരു അനന്തര ജന്മത്തിന് ഹേതുകമാകുന്നില്ല എന്നേ ഉള്ളൂ. എങ്കിലും ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഏതെല്ലാം പ്രാരബ്ധത്തെ അനുഭവിക്കേണ്ടതുണ്ടോ അതെല്ലാം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്നില്ല. ഇതാണ് ജ്ഞാനം ബോധിച്ചതിനു ശേഷമുള്ള പ്രത്യേകത. ജ്ഞാനം ലഭിക്കാത്തവരെ സംബന്ധിച്ചെല്ലാം തന്നെ പുനരപി ജനനം, പുനരപി മരണം എന്ന് പറയുന്ന ഈ സംസാര ചക്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനമൃതി അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അവർക്കെല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ജീവിക്കുന്നവർ ഇവിടെ ഗുരുപദേശത്തോടുകൂടി ഒരു ഉപാസന, ഒരു പൂജയെ, ഒരു ജപത്തെ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് സാക്ഷാത്കരിക്കേണ്ട അല്ലെങ്കിൽ ബോധിക്കേണ്ടത് എൻ്റെ എല്ലാ ദുരിതങ്ങളും പാപങ്ങളും ഇതിലൂടെ ക്ഷയിച്ച് ഞാൻ അമരനും അതുപോലെ തത്വസ്വരൂപനുമാകുന്നു, ആയിത്തീർന്നിരിക്കുന്നു, ആകുന്നു എന്ന് ഭാവന ചെയ്യണം. ഭഗവ ശബ്ദാർത്ഥമായിരിക്കുന്ന ഷഡ്ഗുണങ്ങളെയാണ് ഭഗവാൻ ലീലാകമലമായിട്ട് ധരിച്ചിരിക്കുന്നത്. ധർമ്മത്തെയും യശസ്സിനെയും ഭഗവാൻ ചാമരമായിട്ടും വ്യജനമായിട്ടും സ്വീകരിച്ചിരിക്കുന്നു. കൈവല്യം എന്ന് വെച്ചാൽ നിജരൂപം, നിജാനന്ദം എന്ന് പറയുന്നത് ഭഗവാന്റെ സുധാമം തന്നെയാണ്, ധാമം തന്നെയാണ്. അപ്പോൾ വൈകുണ്ഠത്തെ ആദപത്രം എന്ന് പറയുകയാണ്. രഗജു സാമവേദങ്ങളാകുന്ന ആ വേദങ്ങൾ സുവർണൻ എന്ന് പറയുന്ന വാഹനമാണ് ഗരുഡൻ. പിന്നെ യജ്ഞമാണ് പുരുഷരൂപമായിട്ടിരിക്കുന്നത്. സർവാത്മാവായ ശ്രീഹരിയുടെ അനവായിനിയായിരിക്കുന്ന ചിത് ശക്തിയാണ് സാക്ഷാൽ ശ്രീദേവി ആയിട്ട് പ്രകാശിക്കുന്നത്. വിഷ്ണു പാർഷദന്മാരിൽ പ്രമുഖനായ വിശ്വക്സേനനാണ് പാഞ്ചരാത്രാദി ആഗമങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന താന്ത്രിക മൂർത്തി. അണിമ, ലിഖിമ, ഗരിമ, മഹിമ മുതലായിരിക്കുന്ന അഷ്ട ഐശ്വര്യങ്ങളാണ് ദ്വാസ്തന്മാരായിരിക്കുന്ന നന്ദാദി 8 പേര്. വാസുദേവൻ, സംഘർഷണൻ, പ്രതിമനൻ, അനിരുദ്ധൻ എന്നീ ശ്രീനാരായണമൂർത്തി ഭേദങ്ങളെ മൂർത്തി വീക്ഷമായിട്ടും അറിയണം. ബാഹ്യവിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ജാഗ്രത അവസ്ഥയിൽ അഭിമാനിച്ചു വിളങ്ങുന്ന വിശ്വനും മനസ്സിൽ അധിവസിച്ച് വിഷയങ്ങളെ പ്രകാശിപ്പിച്ച് സ്വപ്നപദാർത്ഥങ്ങളെ അനുഭവിക്കുന്ന തൈജസനും കർമ്മവാസനയാകുന്ന കാരണശരീരത്തെ, അതായത് അജ്ഞാനത്തെ അവലംബിച്ചിട്ട് സുഷുപ്തി അഭിമാനിയായിട്ട് വിളങ്ങുന്ന പ്രാജ്ഞനും അവസ്ഥാത്രയത്തിലും അനുസ്യൂതമായിട്ടും അവയെ അതിക്രമിച്ച് അവയുടെ സാക്ഷിയായിട്ട് വർത്തിക്കുന്ന തുരീയനും ശ്രീ ഭഗവാൻ തന്നെയാണെന്ന് അറിയണം. അംഗങ്ങള്, വാഹനങ്ങള്, ആയുധങ്ങള്, ആഭരണങ്ങൾ എന്നിവയോടുകൂടിയവനും വാസുദേവൻ
സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന ചതുർമൂർത്തികളോട് കൂടിയവനുമായ ഭഗവാൻ ശ്രീഹരി തന്നെയാണ് വിശ്വനായിട്ടും തൈജസനായിട്ടും പ്രാജ്ഞനായിട്ടും തുരീയനായിട്ടും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ബോധിക്കണം. സ്വയം പ്രകാശ സ്വരൂപനും വേദയോനിയും സ്വാത്മാനന്ദ പരിപൂർണനുമായ ഭഗവാൻ തന്നെ സ്വമായാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവെന്നും പാലിക്കുമ്പോൾ വിഷ്ണുവെന്നും സംഹരിക്കുമ്പോൾ രുദ്രനെന്നും ഓരോ പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഭാഗവതമാകുന്ന മഹാപുരാണത്തിന്റെ ദർശന അവബോധത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് മഹാശക്തി മുതലായിരിക്കുന്ന സകല പ്രതിഭാസങ്ങളും ആ വിഷ്ണു ഭഗവാന്റെ തന്നെ രൂപാന്തരമായിട്ടാണ് അറിയപ്പെടുന്നത്. തന്ത്രസാധകൻ അങ്ങനെയാണ് ഈ പറയുന്ന എല്ലാ ദേവതകളെയും അറിയേണ്ടത് ഭഗവാൻ തന്നെയായിട്ടാണ്. അപ്പൊ സംജ്ഞാഭേദമുണ്ടെങ്കിലും ഭിന്നൻ എന്ന പോലെ കാണപ്പെടുന്നെങ്കിലും ഭഗവാൻ എക്കാലവും ഏകൻ തന്നെയാണ്. സൃഷ്ടി ജനിപ്പിക്കുമ്പോഴും സ്ഥിതി നിലനിർത്തുമ്പോഴും സംരക്ഷിക്കുമ്പോഴും സംഹാരം നശിപ്പിക്കുമ്പോഴും ഒക്കെ ഭഗവാൻ നാനാരൂപത്തിൽ ഇവിടെ നമുക്കറിയപ്പെടുന്നുണ്ടെങ്കിലും സത്യത്തിലെ ഏകസ്വരൂപത്തിൽ തന്നെയാണ്. ഭാഗവതത്തിന്റെ ആദ്യത്തിൽ നമുക്ക് ശ്രവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ ലീല. തന്റെ ഏകത്വത്തിനെ ഏതൊരു കോട്ടവും തട്ടാതെ നാനാത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഭഗവാന്റെ മഹിമ അല്ലെങ്കിൽ ലീല എന്നവിടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും അവസാനത്തിൽ ബോധിപ്പിക്കുന്നത്. അവിടുത്തെ ജ്ഞാനത്തിനൊരിക്കലും മറവോ കുറവോ ഇല്ല. ഭക്തന്മാര് ഭഗവാനെ തങ്ങളുടെ ആത്മാവായിട്ട് സാക്ഷാത്കരിക്കണം. അയമാത്മാ ബ്രഹ്മ, എന്നിൽ ഞാൻ എന്ന ബോധത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജീവചൈതന്യം ജീവതത്വം തന്നെയാണ് ആ സർവേശ്വരൻ ഈശ്വരൻ വൈകുണ്ഠവാസിയായ നാരായണൻ എന്ന് ബോധിക്കണം. അലയോ സച്ചിദാനന്ദമൂർത്തി, പാർത്ഥമിത്രമി യദൂത്തമ, ലോകകണ്ഠകരായ രാജന്യന്മാർക്ക് അഗ്നിരൂപനായുള്ള ഭഗവാനെ അക്ഷീണവീര്യശാലി ഗോവിന്ദ, വ്രജവനിതകളാലും നാരദാദി ഭക്തന്മാരാലും കീർത്തിക്കപ്പെടുന്ന പുണ്യകീർത്തി ശ്രവണമംഗളനാമരൂപ, അവിടുത്തെ ഭൃത്യരായ ഞങ്ങളെ കാത്തരുളിയാലും. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഭഗവാനെ ഉപാസിക്കുവാൻ. യാതൊരു സാധകനാണോ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ശുദ്ധനായിട്ട് ഭഗവാനിൽ ചിത്തമുറപ്പിച്ച് വിരാട് പുരുഷ വർണ്ണനമായ ഈ മന്ത്രത്തെ ജപിക്കുന്നത്, അവൻ സ്വഹൃദയസ്ഥിതമായ ബ്രഹ്മത്തെ അനുഭവിച്ചറിയും. ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുവാൻ ഗുരുപദേശത്തോടുകൂടി ഈ പറയുന്ന ധർമ്മം ആചരിക്കുകയേ ആവശ്യമുള്ളൂ. അതാണ് നമ്മൾ ബോധിക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ദ്വാദശാദിത്യന്മാരെ കുറിച്ചും സംഘാധിപന്മാരെ കുറിച്ചിട്ടും ഒന്ന് ശ്രവിക്കുവാൻ ശ്രമിക്കാം. ദേവപൂജാ സ്ഥാനത്ത് സൂര്യമണ്ഡലമായിട്ട് കരുതണമെന്ന് പറഞ്ഞു. അപ്പൊ മൂർത്തിവ്യൂഹത്തെക്കുറിച്ച് ഓർമ്മ വന്ന ശൗനകൻ ചോദിക്കുകയാണ്, അല്ലയോ സൂത, പഞ്ചമസ്കന്ധത്തിൽ സൂര്യനോടൊപ്പം സപ്തഗണം മാസം തോറും വേറെ വേറെ സഞ്ചരിക്കുന്നുവെന്ന് ശ്രീ ശുഗൻ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്തിനോട് ഉപദേശിക്കുകയുണ്ടായല്ലോ. അപ്പൊ വിഷ്ണുവിന്റെ ആ സൂര്യരൂപങ്ങളുടെയും സംഘാധിപന്മാരുടെയും പേരുകളും കർമ്മങ്ങളും കേൾക്കാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. അവ കൂടി പറഞ്ഞു തരണം. സൂതൻ പറയുക, സർവാത്മാവായ വിഷ്ണുവിന്റെ മായയാൽ സൃഷ്ടിക്കപ്പെട്ട ലോകയാത്രാ പ്രവർത്തകനായി സൂര്യൻ ലോകങ്ങളിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോകങ്ങളുടെ സൃഷ്ടാവും ആത്മാവും ഏകനുമായ ഹരി തന്നെയാണ് സൂര്യൻ. സർവവൈദിക ക്രിയകൾക്ക് മൂലം സൂര്യനാണ്.
ആ ക്രിയകളാകുന്ന ഉപാധികളുടെ ഭേദം കൊണ്ട് സൂര്യനെ പലതായിട്ട് ഋഷികൾ പറയുന്നുണ്ട്. പ്രാരബ്ധം, മധ്യാഹ്നാദികാലം, നിമ്നോന്നത ദേശം, അനുഷ്ഠാന രൂപമായ ക്രിയ, ബ്രാഹ്മണാദി കർത്താവ്, സുഖാദി യാഗാദി കാര്യം, മന്ത്രാദി ആഗമം, ബ്രീഹ്യാദി ദ്രവ്യം, സ്വർഗാദി ഫലം എന്നിങ്ങനെ ശ്രീഹരി തന്നെയാണ് സ്വമായാൽ നവവിധ രൂപത്തിൽ വർദ്ധിച്ചു വരുന്നത്. ചൈത്രാദി ദ്വാദശ മാസങ്ങളിൽ കാലരൂപിയായ ഭഗവാൻ ലോകയാത്ര നടത്തുന്നതായിട്ട് ദ്വാദശ രൂപങ്ങളോടെ വിഭിന്ന ഗുണങ്ങളോട് കൂടിയിട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ദ്വാദശാദിത്യന്മാരും സംഘാധിപന്മാരെയും ഒന്ന് പറയാം. മാസം സൂര്യൻ, അപ്സരസ്, രാക്ഷസൻ, നാഗം, യക്ഷൻ, ഋഷി, ഗന്ധർവൻ ഇങ്ങനെയുള്ള ഈ 8 കൂട്ടം വസ്തുതകൾ ചേരുമ്പോഴാണ് ദ്വാദശാദിത്യന്മാരും സംഘാധിപന്മാരുമായിട്ട് തീരുന്നത്. ആദ്യം നമുക്ക് മാസം എന്ന് പറയുന്നത് ആദ്യത്തെ എന്താണ്? അതായത് ശ്രാവണം, ഭാദ്രപദം, ആശ്വിനം, കാർത്തിക, മാർഗശീർഷം, പൗഷം, മാഘം, ഫൽഗുനം, ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം. ഇതാണ് 12 മാസങ്ങൾ. അപ്പൊ അതിൽ ആദ്യം ഒന്ന് നഭസ് എന്ന് പറയുന്ന ശ്രാവണ മാസം, അതായത് ചിങ്ങമാസം. ചിങ്ങമാസത്തില് സൂര്യൻ എന്ന് പറയുന്ന ഇന്ദ്രനാണ് ആ ചിങ്ങമാസത്തിൽ അറിയപ്പെടുന്ന സൂര്യന്റെ നാമം. ചിങ്ങമാസത്തിലെ അപ്സരസ് പ്രമ്ലോജ എന്ന് പറയുന്ന അപ്സരസാണ്. ഈ ചിങ്ങമാസത്തിലെ രാക്ഷസനായിട്ടിരിക്കുന്നത് വര്യൻ എന്ന് പറയുന്നതാണ്. അവിടുത്തെ നാഗമായിട്ട് വരുന്നത് ഏലാപത്രനാണ്. യക്ഷൻ ശ്രോതാവാണ്. ഋഷി അങ്കിരസാണ്. ഗന്ധർവൻ വിശ്വാവസുവാണ്. ഇതാണ് ആ ചിങ്ങമാസത്തിൽ നിന്നും നമ്മൾ ബോധിക്കേണ്ടത്. ഇനി രണ്ടാമത് നഭസി, അതായത് ഭാദ്രപദം, കന്നിമാസത്തിലെ ഉദിക്കുന്ന ആ സൂര്യനെ വിവസ്വാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ അപ്സരസ് അനിമ്ലോജ എന്ന് പറയുന്നതാണ്. രാക്ഷസൻ വ്യാഘ്രനാണ്. നാഗം ശംഖപാലനാണ്. യക്ഷന്റെ പേര് ആസാരണൻ. അവിടുത്തെ ഋഷി ഭൃഗുവാണ്. ഗന്ധർവൻ ഉഗ്രസേനനുമാണ്. ഇനി മൂന്നാമത്തെ മാസം ഋഷംഭര. ഋഷംഭര എന്ന് ആശ്വിനമാസം. തുലാമാസം. തുലാമാസത്തിലെ സൂര്യൻ ത്വഷ്ടാവാണ്. തുലാമാസത്തിലെ അപ്സരസിന്റെ നാമം തിലോത്തമയാണ്. ആ രാക്ഷസന്റെ പേര് ബ്രഹ്മപേദൻ എന്നാണ്. നാഗം കമ്പളനാണ്. കമ്പളം. യക്ഷൻ ശതജിത്താണ്. ഋഷി ഋജീകപുത്രനാണ്. ഗന്ധർവന്റെ പേര് ധൃതരാഷ്ട്രൻ. നാലാമത്തെ മാസമായ ഊർജ്ജം എന്ന് പറയുന്ന കാർത്തിക മാസം, അതായത് വൃശ്ചിക മാസത്തിലെ സൂര്യന്റെ പേര് വിഷ്ണു. അവിടുത്തെ അപ്സരസിന്റെ പേരാണ് രംഭ. രാക്ഷസന്റെ പേര് മഹാഭേദൻ. നാഗത്തിന്റെ പേര് അശ്വതരൻ. യക്ഷന്റെ പേര് സത്യജിത്ത്. ഋഷിയുടെ പേര് വിശ്വാമിത്രൻ. ഗന്ധർവന്റെ പേരെന്താണ്? സൂര്യവർച്ചസ്. ഇനി അഞ്ചാമത്തെ മാസം സഹസ് എന്ന് പറയുന്ന മാർഗശീർഷം, അതായത് ധനുമാസത്തിലെ സൂര്യന്റെ നാമം അംശു. അപ്സരസിന്റെ പേര് ഉർവശി. രാക്ഷസന്റെ പേര് വിദ്യുച്ഛത്രു. നാഗത്തിന്റെ പേര് മഹാശങ്കർ. യക്ഷന്റെ പേര് താക്ഷ്യൻ. ഋഷിയുടെ പേര് കശ്യപൻ. ഗന്ധർവന്റെ പേര് ഋതസേനൻ. ആറാമത്തെ മാസം പുഷ്യം, അതായത് പൗഷം എന്ന് പറയുന്ന മകരമാസത്തിലെ സൂര്യനായിട്ടിരിക്കുന്ന ഭഗനാണ്. അപ്സരസ് പൂർവജിത്തിയാണ്. രാക്ഷസൻ സ്ഫുർജനാണ്. നാഗം കർക്കോടകനാണ്. യക്ഷൻ ഊർണനാണ്. ഋഷി ആയുസാണ്. ഗന്ധർവൻ അരിഷ്ടനേമിയുമാണ്. ഇനി ഏഴാമത്തെ മാസം തപസ്, മാഘമാസം, കുംഭമാസം. അവിടുത്തെ സൂര്യൻ ഉഷ. അപ്സരസ് ഋതാജി. രാക്ഷസന്റെ നാമം വാദൻ. നാഗത്തിന്റെ പേര് ധനഞ്ജയൻ. യക്ഷന്റെ പേര് സുരുചി. ഋഷിയുടെ പേര് ഗൗതമൻ. ഗന്ധർവന്റെ പേര് സുഷേൻ.
ഇനി 8ാമത്തെ മാസം തപസി എന്ന് പറയുന്ന മാസം, അതായത് ഫൽഗുനം, അതായത് മീനമാസം. മീനമാസത്തിൽ ഉദിക്കുന്ന പ്രകാശിക്കുന്ന സൂര്യന്റെ നാമമാണ് പർജന്യൻ. അപ്പോഴത്തെ അപ്സരസാണ് സേനജിത്ത്, രാക്ഷസനാണ് വർച്ചസ്, നാഗമാണ് ഐരാവതം, യക്ഷൻ എന്ന് പറയുന്ന ക്രതു എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അവിടുത്തെ ഋഷി ഭരദ്വാജനാണ്, ഗന്ധർവൻ വിശ്വനുമാണ്. ഇനി 9ാമത്തെ മാസം മധു എന്ന് പറയുന്ന മാസം, അതായത് ചൈത്രമാസം എന്ന് വെച്ചാൽ മേടം. മേടമാസത്തിലെ സൂര്യന്റെ നാമം ധാത. അപ്സരസിന്റെ പേര് കൃതസ്ഥലി, രാക്ഷസന്റെ പേര് ഹേതി, നാഗത്തിന്റെ പേര് വാസുകി, യക്ഷന്റെ പേര് രഥകൃത്, ഋഷിയുടെ പേര് പുലസ്ത്യൻ, ഗന്ധർവന്റെ പേര് തുമ്പുരു. ഇനി 10ാമത്തെ മാസം മാധവം, അതായത് വൈശാഖ മാസം, ഇടവമാസം. ഇടവമാസത്തിലെ സൂര്യന്റെ പേരാണ് അര്യമാവ്. അപ്സരസിന്റെ പേര് കുഞ്ചികസ്ഥലി, രാക്ഷസന്റെ പേര് പ്രഹേതി, നാഗത്തിന്റെ പേര് കച്ചനീരൻ, യക്ഷൻ അധൗജസും, ഋഷി പുലഹനും, ഗന്ധർവൻ നാരദനുമാണ്. ഇനി 11ാമത്തെ മാസം ശുക്ര എന്ന് പറയുന്നത്. ജ്യേഷ്ഠമാസം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതായത് മിഥുന മാസം. മിഥുന മാസത്തിലെ സൂര്യന്റെ നാമം മിത്രൻ. അപ്സരസിന്റെ പേര് മേനക, രാക്ഷസന്റെ പേര് പൗരഷേയൻ, നാഗത്തിന്റെ പേര് തക്ഷകൻ, യക്ഷന്റെ പേര് രഥസ്വനൻ, ഋഷി അത്രി മഹർഷിയാണ്. പിന്നെ ഗന്ധർവൻ എന്ന് ഹാ ഹാ. ഇനി 12ാമത്തെ മാസം, അതായത് ശുചിമാസം. ആഷാഢമാസം എന്ന് പറയുന്ന കർക്കിടക മാസത്തിലെ സൂര്യന്റെ പേര് വരുണൻ. കർക്കിടക മാസത്തിലെ അപ്സരസന്റെ പേര് രംഭ. കർക്കിടക മാസത്തെ രാക്ഷസന്റെ പേര് ചിത്രസനൻ. കർക്കിടക മാസത്തിലെ നാഗത്തിന്റെ പേര് ശുക്രൻ. കർക്കിടക മാസത്തിലെ യക്ഷന്റെ പേര് സഹജന്യൻ. കർക്കിടക മാസത്തിൽ വരുന്ന ഋഷിയുടെ പേര് വസിഷ്ഠൻ. കർക്കിടക മാസത്തിലെ ഗന്ധർവന്റെ പേര് കൂഹു. ഇതാണ് 12 ആദിത്യന്മാരും അവരുടെ സംഘാധിപന്മാരും. അപ്പൊ ഈ ആദിത്യ സ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ വിഷ്ണുവിന്റെ ഈ വിഭൂതികളെ പ്രതിദിനം ഇരുസന്ധ്യകളിലും സ്മരിക്കുന്നവരുടെ സകല പാപങ്ങളും നശിക്കപ്പെടുന്നതാണ്. ഈ സൂര്യദേവൻ 6 ഗണങ്ങളോടും കൂടിയിട്ട് ലോകത്തിന് ചുറ്റും സഞ്ചരിച്ച് ജനങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ശ്രേയസ്സുണ്ടാകാൻ വേണ്ട സദ്ബുദ്ധിയെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഋഗ്യജുസാമ മന്ത്രങ്ങളെ കൊണ്ട് സൂര്യന്റെ മഹിമകളെ വാഴ്ത്തി ഋഷികളെ സ്തുതിക്കുന്നുണ്ട്. ഗന്ധർവന്മാർ സൂര്യനെ വാഴ്ത്തി ഗാനം ചെയ്യുന്നുണ്ട്. അപ്സരസുകൾ അവിടുത്തെ മുമ്പിൽ നൃത്തം ചെയ്യുന്നുണ്ട്. നാഗങ്ങള് രഥത്തെ ദൃഢമായിട്ട് ബന്ധിക്കുന്നുണ്ട്. യക്ഷന്മാര് തേർക്കോപ്പുകളെ യഥാസ്ഥാനം വയ്ക്കുന്നുണ്ട്. ബലശാലികളായ രാക്ഷസന്മാരെ രഥത്തെ പിന്നിൽ നിന്ന് തള്ളിക്കൊടുക്കുന്നുണ്ട്. പരമപവിത്രരും ബ്രഹ്മർഷികളുമായ ബാലഖില്യന്മാര് 60,000 പേര് സൂര്യന് അഭിമുഖം നിന്നിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. പാര്യന്തവിഹീനനും ജന്മാതിരഹിതനുമായ ഭഗവാൻ ഹരി കൽപ്പം തോറും സ്വരൂപത്തെ പ്രതിമാസം ഇപ്രകാരം വിഭജിച്ച് ലോകങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഈ 11ാമത്തെ അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇനി നമുക്ക് ഭാഗവതത്തിലെ സ്കന്ധ സംഗ്രഹം, ഭാഗവതത്തിന്റെ സംഗ്രഹ അധ്യായത്തെക്കുറിച്ചാണ് വെച്ചാൽ 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തെക്കുറിച്ചിട്ടാണ് വിചാരം ചെയ്യുവാനായിട്ടുള്ളത്. ഈ ഒരു അധ്യായത്തിന്റെ ശ്രവണത്തോടു കൂടി തന്നെ വാസ്തവത്തില് ശ്രീമദ് ഭാഗവതം മുഴുവൻ ശ്രവണം ചെയ്തതിന്റെ ഫലശ്രുതി അതിന്റെ ഫലം നമുക്ക് പറയുന്നുണ്ട്. ഇപ്പൊ 12ാമത്തെ അധ്യായത്തെക്കുറിച്ചും 13ാമത്തെ അധ്യായത്തെക്കുറിച്ച് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിലൂടെ ശ്രീ മഹാഭാഗവതത്തെ നമ്മൾ പരിപൂർണമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു സദ്ധർമ്മത്തിന് ഗുരുജനങ്ങളും അതുപോലെ തന്നെ സർവേശ്വരരും മാതാപിതാക്കന്മാരും അതുപോലെയുള്ള എല്ലാ സദ്ഭാവനകളും വാസ്തവത്തിൽ നമ്മെ ഏവരെയും സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗവത ധ്യാന ശ്രവണത്തിലൂടെ രാഷ്ട്ര സംസ്കാരം എല്ലാ മനുഷ്യർക്കും എല്ലാ ലോകത്തിനും ശാന്തിയും സമൃദ്ധിയും എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ
ഒരു പൂർണ്ണമായ അവബോധം ഈ ഭാഗവത ധ്യാനത്തിൽ നിന്നും നമുക്ക് ബോധിക്കുവാൻ സാധിക്കും എന്നറിയിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 12-ാമത്തെ അധ്യായത്തിലെ ആശയത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആരംഭിക്കാം.